ഇറാൻ ആണവ പരീക്ഷണം നടത്തി എന്ന് റഷ്യ സ്ഥിരീകരിച്ചു. ഇതിനു മുൻപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വീണ്ടും ഇതിൻ്റെ ആവർത്തനം റഷ്യയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നു എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്ന കാര്യമാണ്. 14 ദിവസത്തെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് അതിനിടയിൽ ഒരു പരീക്ഷണം ഇറാൻ ഹോർമുസ് കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തപ്പെട്ടു എന്നുള്ളതാണ്. ഈ മേഖലയിൽ, അതായത് ഹോർമുസ് കടലിൻ്റെ അടിഭാഗത്ത് മൈനുകൾ വല്ലാത്ത രീതിയിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് റൂട്ട് കൃത്യമായ രീതിയിൽ മനസ്സിലാകാതെ ഏതെങ്കിലും കപ്പൽ ഈ കടലിലൂടെ ഈ ഇറാൻ്റെ കണ്ണ് വെട്ടിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ സ്ഫോടനത്തിൽ തകരുന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാനം. അഥവാ അമേരിക്ക ഇടപെട്ടാൽ പോലും ഹോർമുസ് കടൽ സ്വതന്ത്രമാണെങ്കിലും സ്വതന്ത്ര സഞ്ചാരപാത ഉണ്ടാവണമെങ്കിലും ഇറാൻ്റെ അനുമതി വേണം. കാര്യം ഇറാൻ എവിടേക്കാണോ ഇത് വിന്യസിക്കപ്പെട്ടത് അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള കാര്യത്തിലേക്ക് നീങ്ങിയെങ്കിൽ മാത്രമേ സ്വതന്ത്ര പാതയായിട്ട് ഇവിടെ മാറാൻ വേണ്ടി സാധിക്കൂ എന്ന അഭിപ്രായം പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് ഹോർമുസ് കടൽ വഴി പോകുന്ന എണ്ണയുടെ കാര്യങ്ങൾ, പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ ചർച്ച വരുന്നത്. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നാണ് ഏഷ്യൻ മേഖലയിലേക്കും യൂറോപ്പ് രാജ്യങ്ങളിലേക്കൊക്കെ കപ്പലുകൾ പോകുന്നത്. അതിനോടനുബന്ധിച്ച് മറ്റൊരു വലിയ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം, ഇങ്ങോട്ട് തിരിച്ചു വരുന്ന അറേബ്യൻ മേഖലയിലേക്ക് തിരിച്ചു വരുന്ന കപ്പലുകൾ, അല്ലെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന കപ്പലുകൾ ഒരുപാടുണ്ട്. അതായത് ഭക്ഷ്യവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട്, ഇലക്ട്രോണിക് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ, എണ്ണയുമായിട്ട് ബന്ധപ്പെട്ടത്, ഇതുപോലെ അതായത് നിത്യോപയോഗ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 80% കപ്പലുകൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. അഥവാ ഈ കപ്പൽ അടക്കപ്പെടുന്ന സമയത്ത് പുറത്തോട്ട് പെട്രോളിയം പോകുന്നത് മാത്രമല്ല പ്രശ്നം വരുന്നത്, തിരിച്ച് ഇങ്ങോട്ട് വരുന്ന നിത്യോപയോഗ സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കപ്പലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വലിയ രീതിയിലുള്ള വിഷയം ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് രാജ്യത്തിൻ്റെ അകത്ത് വലിയ പ്രയാസങ്ങൾ, ഇത് ജീവിത നിലവാരവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക സ്വാഭാവികമാണ്. അതും ഇതിനെ കൂടെ വായിക്കാൻ വേണ്ടി സാധിക്കേണ്ടതാണ് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. റഷ്യയുടെ സുരക്ഷാ കൗൺസിലിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവാണ് എക്സിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കുറിപ്പ് രേഖപ്പെടുത്തിയത്. മുൻപ് അതിനെക്കുറിച്ച് ചെറിയൊരു പരാമർശം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെട്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹോർമുസ് കടലിടുക്ക് അടക്കാനുള്ള കഴിവ് ഒരു ഭൗതിക ആണവായുധ ശക്തി പോലെ ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു എന്നുകൂടി അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഒരു തരത്തിലും യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ പരാജയപ്പെട്ടാൽ പോലും ഹോർമുസിനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇപ്പോൾ കുറഞ്ഞ ദിവസത്തിൻ്റെ ഇടയിൽ 8-10 അങ്ങനത്തെ കപ്പലുകളൊക്കെ കടത്തിവിടുന്നുണ്ട്. കുറഞ്ഞ കപ്പലുകളൊക്കെ കടത്തിവിടുന്നുണ്ട്. ഈ കടത്തിവിടുന്ന കപ്പലുകൾ ഏത് ഭാഗത്തിലൂടെയാണ് പോകേണ്ടത് എന്ന് കൃത്യമായിരിക്കുന്ന നിർദ്ദേശം ഇറാൻ നൽകുന്നു. കാര്യം മൈനുകൾ സ്ഥാപിക്കപ്പെട്ടത് ഏത് ഭാഗത്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് അതിൻ്റെ തെക്ക് മാറിയോ അല്ലെങ്കിൽ വടക്ക് മാറിയോ യാത്ര ചെയ്യണമെന്നും കൃത്യമായിരിക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മൈനുകൾ റിമോട്ട് മൈനുകളാണെങ്കിൽ പോലും ചില സമയത്ത് എന്തെങ്കിലും ഇലക്ട്രോണിക് വിഷയങ്ങളുണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒരു ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഇതേ മൈനുകൾ വെച്ചുകൊണ്ടാണ് ശ്രീലങ്കയുടെ തീരത്ത് വെച്ച് ഇറാൻ്റെ കപ്പലിനെ അമേരിക്ക തകർത്തത്. 60 ചില്ലാൻ ആളുകൾ അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ സംവിധാനം ഇറാൻ അത് പ്രയോഗിക്കൂ. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കത് പറയാനുണ്ട്. തങ്ങളുടെ കപ്പൽ തകർത്തത് കൊണ്ട് അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന കപ്പലിൽ ഞങ്ങൾ തകർത്തു എന്ന് നോർമലായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇറാൻ്റെ അകത്ത് ഈ സ്കൂളിനെ ആക്രമിച്ചുകൊണ്ട് 185ഓളം കുട്ടികളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരിക്കുന്ന വിഷയം നിൽക്കുകയാണ്. ഇവിടുന്ന് ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഇറാൻ്റെ സംഘം പോയ സമയത്ത് അവിടെ വിമാനത്തിൻ്റെ സീറ്റുകളിലൊക്കെ കുട്ടികളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ അവിടെ നടന്നിരിക്കുന്ന ദാരുണ ദുരന്തം, ആ ദുരന്തത്തിൻ്റെ പേര് വെച്ചുകൊണ്ടാണ് ഈ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാനികൾ എത്തിയത് എന്നൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതുപോലും അവർ മറന്നുപോയിട്ടില്ല. ഞങ്ങളുടെ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ കാര്യം. ലോകശ്രദ്ധ നേടുന്ന ഒരു ചർച്ചയാണ് എന്നതിനാൽ തന്നെ അവരുപയോഗിക്കുന്ന തന്ത്രങ്ങളും വഴികളും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ സൂക്ഷ്മതമായിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇവിടെ ആണവ പരീക്ഷണം നടത്തി എന്നുള്ള കാര്യമാണ്. സത്യത്തിൽ റഷ്യയുടെ ആ റിപ്പോർട്ടിൻ്റെ അടിഭാഗത്ത് പറയുന്നത് ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന രാജ്യമാണ് ഇസ്രായേലും അമേരിക്കയും.
അതുകൊണ്ട് തന്നെയാണ് പല ഘട്ടങ്ങളിലും അവർ ആണവായുധം ഫോക്കസ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്താനുള്ള കാരണം. അവരുടെ കയ്യിൽ 60% സമ്പുഷ്ട യുറേനിയം ഉണ്ട് എന്നൊക്കെ പറയുന്നു. അതൊരു ഭാഗം, അതായത് ഔദ്യോഗികമായി ലോക രാജ്യങ്ങൾ അറിയേ, IAEA പോലെയുള്ള അറ്റോമിക് ഏജൻസി സംവിധാനങ്ങൾ അറിയേ അവരെന്ത് ചെയ്യുന്നു, ഇവ നിർമ്മിക്കുന്നു. അതാണ് എൻ്റെ റൂട്ട്. എന്നാൽ ബ്ലാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഈ പരസ്യപ്പെടുത്താത്ത രീതിയിൽ അവരെന്നോ അത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിൽ ആ പരീക്ഷ നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട്. അറ്റ കൈക്ക് ഭരണകൂടവും ഭരണ സംവിധാനവും താഴെ വീഴുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർ അത് പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഇസ്രായേലായിരിക്കും എന്നൊക്കെ അനുമാനിക്കുക. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത് മറ്റൊരു വിഷയം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിക്കുന്നില്ല, അതായത് ഒരു രൂപത്തിലെത്തുന്നില്ലെങ്കിൽ പിന്നീട് അവിടെ ഒരു കരയുദ്ധത്തിന് സാധ്യത കണക്കാക്കുന്നുണ്ട് ഇറാൻ. അതിനുവേണ്ടി അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവർ ലക്ഷ്യം വെക്കുന്നത്, ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കാനുള്ള സാധ്യത അവരുടെ ഇസ്ഫഹാൻ പോലെയുള്ള ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്കാണ് എന്ന് അവർ കണക്ക് കൂട്ടുന്നു. അതിനവരെന്ത് ചെയ്തിട്ടുണ്ടെന്നറിയാം, കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ, അതായത് ബിൽഡിങ്ങുകളൊക്കെ തകർക്കപ്പെട്ട ഈ പർവ്വതം പോലെ ഉയർന്നു നിൽക്കാൻ മാത്രമുള്ള കോൺക്രീറ്റിൻ്റെ അവശിഷ്ടങ്ങൾ ഈ ഭാഗത്ത് വലിയ രീതിയിൽ ഈ മല പോലെ നിർമ്മിക്കപ്പെട്ടു. അതുകൊണ്ട് ഒരു കരയുദ്ധം വരികയാണെങ്കിൽ ഈ മേഖലയിലേക്കൊക്കെ ടാങ്കുകൾക്കോ അല്ലെങ്കിൽ കവചിത വാഹനങ്ങൾക്കോ വളരെ പെട്ടെന്ന് കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ മാരകമായിരിക്കുന്ന അപകടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. റോഡിന് ക്രോസ് സ്ഥാപിക്കപ്പെടുകയും അതേപോലെ തന്നെ ചില ഭാഗങ്ങളിലെല്ലാം കരണ്ട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വേലി കെട്ടി കരണ്ടുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചിലയിടത്ത് നിരീക്ഷണ സംവിധാനങ്ങൾ വെച്ചു, അത് ക്യാമറ സംവിധാന കാര്യങ്ങൾ വെച്ചു. അതായത് അമേരിക്കയുടെ സൈനികർ വല്ല കാരണവശാൽ ഇങ്ങോട്ട് വന്നാൽ കയറി എത്തുന്നതിന് മുമ്പ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന് നിരീക്ഷണ സംവിധാനത്തിന് പ്രത്യേകപരമായ രീതിയിൽ ഈ എങ്ങനെ ക്യാമറ എന്നൊക്കെ പറയും, വളരെ ചെറിയ ക്യാമറ കാണാൻ പറ്റാത്ത വിധം കാഴ്ചയിലൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലൊക്കെ അത് കൂടുതൽ സ്ഥാപിക്കുക ഇലക്ട്രിക് പോസ്റ്റുമേലൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിന് മേലെ മരത്തടികളൊന്നും അല്ലാത്ത രീതിയിൽ അവർ സ്ഥാപിക്കപ്പെടുന്നു. ആ സ്ഥാപിക്കപ്പെടുന്നതിനനുസരിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് വലിയ രീതിയിൽ തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും. അപ്പോൾ ഈ കരണ്ട് സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ, അതായത് ടാങ്ക് പോലെയുള്ള സംവിധാനത്തിന് കയറി എത്താൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ അതൊരു പരിധി കഴിയുകയോ ചെയ്താൽ ഈ ഭാഗത്ത് ടെൻറ്റുകൾ കെട്ടിയിട്ടോ രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങാനൊക്കെ മറ്റുള്ള സംവിധാന കാര്യത്തിനൊക്കെ ടെൻറ്റുകൾ കെട്ടുക എന്നുള്ള സ്വാഭാവികമായിട്ട് ചെയ്യാറുണ്ട്. ഗസക്കകത്തൊക്കെ ഒരുപാട് ടെൻറ്റുകൾ ഇസ്രായേലിൻ്റെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ടെൻറ്റുകൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് സൈനികർ നടന്നാണ് പോവുക. അത്തരം നടന്നു പോകുന്നിടത്ത് വേലി തീർക്കപ്പെടും. ഈ വേലി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വേലി പൊളിക്കാൻ എളുപ്പത്തിൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം വിഷയമൊന്നുമില്ല. അവിടെ കരണ്ട് സ്ഥാപിക്കപ്പെടുന്നത് രഹസ്യമായിരിക്കുന്ന കരണ്ട് സംവിധാനം. ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ വരവ് ഇറാന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ അതവർ പ്രയോഗിക്കും എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. മിന്നലാക്രമണം പ്രതിരോധിക്കാൻ ഇറാൻ്റെ വലിയ നീക്കങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. രക്തം പുരണ്ട ബാഗുകളും ഷൂസുകളും ഇറാൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇറാൻ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന്. ഞങ്ങളുടെ കുഞ്ഞു മക്കളെ അമേരിക്ക എന്ന് പറയുന്ന പട ഇല്ലാതാക്കിയതിൻ്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാൻ കൂടിയാണ് തങ്ങളിത് ചെയ്യുന്നത് എന്ന് കൂടി അവർ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണ കാര്യങ്ങൾ റഷ്യ അല്ലാതെ മറ്റാരും പറഞ്ഞിട്ട് ഏറെക്കുറെ സൈലൻ്റാണ്. അതായത് ഇറാൻ ഇപ്പോൾ പല തരത്തിലും പേടിക്കുന്നുണ്ട്. കാര്യം അവരുടെ കൈവശത്തുള്ള ആയുധത്തെക്കുറിച്ചോ അവരുടെ ഈ പ്രഹരശേഷിയെക്കുറിച്ചോ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ അതല്ലെങ്കിൽ അവരുടെ രഹസ്യ സംവിധാനത്തിനോ അറിയില്ല എന്നുള്ളിടത്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ഭയപ്പെടുന്നത് എന്നുള്ളത് ഇതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന വശമാണ്.